മായാത്ത മന്ത്രമേ നദിയായി നിറഞ്ഞുവാൻ നീ എന്റെ കിനാവിലാ. എടാ എടാ നീ എന്തൊക്കെ ഈ പറയുന്നേ? എനിക്ക് അവളെ നന്നായിട്ട് അറിയാം. പിന്നെ ഞാൻ അവളോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നുണ്ടെങ്കിൽ അതിന് എനിക്ക് എന്റേതായ കാരണങ്ങളുണ്ട്. മാത്രമല്ല ദിയ, അവളെ എനിക്ക് ഇഷ്ടവാ. എന്ത് കേൾക്കാൻ നിൽക്കുക? വരുന്നുണ്ടോ നീ? ശിവ നിക്ക, ഞാനും വരുന്നു. മാനവേട്ട, എന്താ ശിവ? എന്താ നിനക്ക് എന്നോട് വല്ലതും പറയാനുണ്ടോ? അല്ല, എന്റെ ഫോണ് മേടിക്കാൻ വന്നതാ ഞാൻ. മാനവേട്ട, ഇതൊന്ന് നോക്കിക്കേ. അല്ല ശിവ, നിന്നോട് എത്ര പറഞ്ഞാലും നീ കേൾക്കത്തില്ലേ? ഞാൻ എത്ര വട്ടം നിന്നോട് പറഞ്ഞിട്ടുണ്ട് അനുവാദമില്ല ഞങ്ങളുടെ മുറി കയറി വരരുതെന്ന്. ഒന്ന് നിർത്തതിയാ, ഞാൻ വിളിച്ചിട്ടാ ശിവ ഇവിടെ വന്നത്. ഞാൻ എന്റെ ഫോൺ മേടിക്കാൻ വന്നതാ, അത് തരുവാണെങ്കിൽ ഞാൻ അങ്ങ് പൊക്കോളാം. പിന്നെ ദിയ ചേച്ചി, ആവശ്യമില്ലാതുകൊണ്ട് ഓരോന്ന് വിളിച്ചു പറയേണ്ട കാര്യമൊന്നുമില്ല. ശിവ, നീ ആരുടെ ഈ വായി കളിക്കുന്നത്? പിന്നെ നിന്റെ ഫോൺ എന്താ എന്റെ ഹസ്ബൻഡിന്റെ കയ്യിലാണോ ഇരിക്കുന്നത്? അല്ലല്ലോ. ദിയ, സ്റ്റോപ്പ് ഇറ്റ്. ഞാൻ വിളിച്ചിട്ട് അവിടെ വന്നേന്ന് പറഞ്ഞല്ലോ, പിന്നെ ഇനി എന്താ നിനക്ക്? ഞാൻ നിന്റെ ഭാര്യയാ. പലപ്പോഴും നീ ശിവയുടെ മുമ്പിൽ ചില ഇൻസൾട്ട് ചെയ്താ സംസാരിക്കുന്നത്. എനിക്കതൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്, നിനക്ക് മനസ്സിലാവുന്നില്ലേ? നിർത്തടി, ഇറങ്ങിപ്പോയി മുറിയുന്ന. കുരുട്ടെ, നിക്കടി അവിടെ. ഇനി മേലെ തന്നെ കുട്ടാപ്പിന്ന് വല്ല വിളിച്ചാലോ? കടുവയോ? നീ എനിക്ക് എത്ര പേരടി ഇട്ടേക്കുന്നേ? എനിക്കൊരു പേരുണ്ട്, നിനക്ക് പറ്റുവാണ് നീ അതങ്ങ് വിളിച്ചാ മതി കേട്ടോ. കേട്ടോടി? ഡി പുല്ല, നിക്കടി അവിടെ. നിന്നെ ഞാൻ ശിവാനി അറിഞ്ഞോ? മാനവേട്ടനൊരു പെണ്ണെ ഇഷ്ടമാണ്, അവരുടെ കല്യാണം തീരുമാനിച്ചു. ഇപ്പൊ അമ്മായി എന്നോട് പറഞ്ഞത്. മാനവേട്ട കല്യാണോ? ഏട്ടന് ആരെയും ഇഷ്ടം? നീ എന്തൊക്കെ ഈ പറയുന്നേ? എടീ, ഞാൻ പറഞ്ഞ സത്യവാ. നിനക്ക് ആ പെണ്ണേതാന്നറിയോ? അത് അവളാ, ദിയ. ദിയയോ? ഏട്ടെന്തിനാ അവളെ കെട്ടുന്നത്? എനിക്കാണ് അവളെ ഇഷ്ടമേ അല്ല. ഏട്ടെന്തിനാ അവളെ ഇഷ്ടപ്പെട്ടത്? എനിക്കറിയാം, ഏട്ടൻ എന്നോടുള്ള ദേഷ്യത്തിന് അവളെ കെട്ടുന്നത്. നിർത്തടി, ഞാൻ ആരെ കെട്ടണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത്, അല്ലാതെ നീയല്ല. പിന്നെ ദിയ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നവളാ, അവളെ റെസ്പെക്ട് ചെയ്യേണ്ടത് നിന്റെ ഉത്തരവാദിത്തം. മനസ്സിലായല്ലോ? മേലെ ഇനി ഇതും പറഞ്ഞ് എന്റെ റൂമിൽ അങ്ങനെ കേറിയാല ഇറങ്ങി പോടി ഇവിടുന്ന്. ഞങ്ങളതിനുള്ള വലിയ കാരണം തന്നെ ദിയായിരുന്നു. എന്തിനാ അവള് ഞങ്ങളുടെ ലൈഫിലോട്ട് വന്നേ? ശിവ, ആരെയും റൂമിലുണ്ടോന്നൊക്കെ നോക്കി ഡ്രസ് മാറുന്നേ. ശ്വാസഗന്ധമേ മായാത്ത മന്ത്രമേ നദിയായി നിറഞ്ഞുവാൻ
റൂമില് മര്യാദക്ക് ഇറങ്ങിപ്പോക്കോ, അല്ല ഞാൻ ഇപ്പൊ ഒച്ച വെച്ച് ആളെ കൂട്ടും. പിന്നെ ദിയ, നിങ്ങളുടെ ഭാര്യ വന്നാലുള്ള അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ. ശിവ, നീ എത്ര ഒച്ച വെച്ചാലും ആരും എന്നെ ഒന്നും പറയാൻ പോകുന്നില്ല. പിന്നെ ദിയ, അവളുടെ കാര്യം നീ പറയണ്ട. എല്ലാം പറഞ്ഞു വെച്ചോണ്ട് നീ എന്തിനെങ്കിലും സംസാരിക്കുന്നത്? ഓ, അപ്പൊ ഞാൻ പറയുന്നതാ കുറ്റം. നിങ്ങൾ എന്താ വന്നേന്ന് വെച്ചാ അത് പറഞ്ഞിട്ട് പോവാൻ നോക്ക്. ദേ ശിവ, എന്നെ ദേഷ്യം പിടിപ്പിക്കില്ലേ. പിന്നെ ഞാൻ വന്നത് നാളെ ഞാൻ എക്സാം വിടും. 2 എണ്ണം ബുക്ക് എടുത്ത് പോയി പഠിക്കാൻ നോക്കും. അത് പറയാൻ വേണ്ടിയാ വന്നത്. മാനുവിന്റെ മുറി ചെന്നപ്പോ അവൾ അവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ടാ ഇങ്ങോട്ട് വന്നത്. എക്സാം എടുത്ത് ക്ലാസ് ചെന്നപ്പോഴേ പറഞ്ഞതല്ലേ. പിന്നെ റൂമിൽ വന്ന് എനിക്ക് ക്ലാസ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല, ഞങ്ങൾക്കറിയാൻ പഠിക്കാൻ. വന്ന കാര്യം പറഞ്ഞല്ലോ, ഇനി ഇറങ്ങി പോവാൻ നോക്ക്. അല്ല, ഈ റൂമിൽ ഞാൻ എങ്ങോട്ടേലാണ് നീ പറയുന്നത്? பேர் சொல்லும் அழகவ எனக்குள்ள கலக்குற ஆக்சிஜன் அளவவ யாரவ நூற்றுக்கு நூறவதா என்ன வாழா ஒரலையவ கலையவ அழகிய நிலவவ நிழலிலும் ஜொலிக்கிற நிரந்தர ஒளியவ சரியவ தவறவ சிரிக்கிற சிரிப்புக்கு പോയിരുന്ന് പഠിക്കാൻ നോക്ക്, എന്നിട്ട് കിടന്നുറങ്ങും. രാവിലെ നേരത്തെ എണീക്കേണ്ടതല്ലേ. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് ഓൾ. അപ്പൊ ഞാൻ എക്സാം പറഞ്ഞിട്ടില്ലായിരുന്നോ? എല്ലാരും ക്വസ്റ്റ്യൻ എഴുതിയെടുക്കും. ഈ പണ്ടാരക്കാലം കേറി വന്നില്ല, അതിനിപ്പുറം തുടങ്ങി. നിനക്കറിയാലോ ഏട്ടന്റെ കാര്യം. വഴക്ക് കേൾക്കണ്ട, ക്വസ്റ്റ്യൻ എഴുതി എടുക്കാൻ നോക്ക്. ഡാ ധീര, ദേ അങ്ങോട്ട് നോക്ക്. എന്ത് തേങ്ങയാടാ അവിടെ. മാനു, നീ എന്നാ അങ്ങോട്ട് ഇല്ല, ഞാൻ ഒന്ന് ലൈബ്രറി വരെ പോയിട്ട് വരാം. എനിക്കൊരു ബുക്ക് എടുക്കണം. ആടാ, വേഗം വരണേ, ഞാൻ അപ്പുറത്ത് നിൽക്കാം. ആ മാനു, നീ എന്താ ഇവിടെ നിക്കുന്നേ? അല്ല, ശിവ എന്തിയേ? ആ ഏട്ടാ, ശിവൻ ലൈബ്രറിയിലോട്ട് പോയി. എന്തേ? ഷോ, ഇവിടെ കാണുമെന്നല്ലേ അവള് പറഞ്ഞത്. ഇവിടെയൊന്നും അതില്ലല്ലോ. ശിവാംഗി! ഈശ്വര, കടുവ കണ്ട്. ഡീ പുല്ല, ക്ലാസ്സിൽ പോടി. ഏട്ടാ, ഞാനൊന്നും. എന്റെ മുമ്പിൽ നിന്ന് പോ ശിവ. ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഡാ കോപ്പെ, ഇപ്പൊ കാണിച്ചത് കാണിച്ച്. ഇനി ഇതുപോലെ അങ്ങനെ അവളുടെ പുറകിൽ നിന്നെ ഞാൻ കൊണ്ടാല്. സാറിനെന്നാ ഞാൻ അവളുടെ പുറകിൽ നടക്കുന്നതിന്? എനിക്ക് അവളെ ഇഷ്ടവാ, അവക്ക് എന്നെ. അവക്കില്ലാത്ത പ്രശ്നം പിന്നെ സാറിനെന്നാ? ഡാ കോപ്പെ, നിന്നെ ഞാൻ. ഹാ, വീട് സാറേ. സാറ് ഞങ്ങളുടെ പ്രൊഫസർ മാത്രമാ, അല്ലാതെ ഞങ്ങളുടെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമൊന്നും സാറിനില്ല. പിന്നെ സാറിന് ഇടപെടാൻ സാറിന്റെ വീട്ടിലൊരു ഭാര്യ ഉണ്ടല്ലോ, അങ്ങോട്ട് പോയി ഇടപെട്ടാ മതി. കണ്ട പെമ്പിള്ളാരുടെ കാര്യമൊക്കെ സാറ് തന്നെ അന്വേഷിക്കാൻ നിൽക്കുന്നത്. നിന്നെ നല്ല വേറെ ഒരുത്തനെയും അവളെ സ്നേഹിക്കില്ല. മറ്റാരേക്കാൾ നന്നായിട്ട് അവളെ എനിക്കറിയാം. മാനവേട്ട എന്താ എന്നോട് ചോദ്യം സംസാരിക്കാത്ത? മാനവേട്ട, ഐ ലവ് യു. മാനവേട്ട!